ഞാനിന്നിവിടെ ഇനി കുക്ക് ചെയ്യാൻ പോകുന്നത് പിന്നെ പനീർ മസാല തന്നെയാണ്. പനീറും മട്ടറും നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാലും വേറൊരു രീതിയിൽ നമ്മൾ കുക്ക് ചെയ്യാൻ പോകണമെന്ന്. അതിന് വേണ്ടുന്നതായ സാധനങ്ങൾ: ടൊമാറ്റോ വേണം, പച്ചമുളക് വേണം, ക്യാപ്സിക്കം, പിന്നെ ശകലം വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, സവാള, പിന്നെ കൂടാതെ ഇതെല്ലാം കൂടി അരച്ചിട്ട് വേണം നമ്മൾ ഈ മസാലകളെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് അരച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, താളിച്ചെടുക്കാൻ. അന്നേരം നമ്മൾ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് വേണ്ടുന്നത് ശകലം ഉപ്പ്. പിന്നെ ആവശ്യത്തിന് എല്ലാ കറിക്കും നമ്മൾ ചേർക്കുന്നതാണല്ലോ, ഉപ്പ് വേണം. പിന്നെ കൂടാതെ ടൊമാറ്റോ കെച്ചപ്പും ശകലം സോയ സോസും കൂടി വേണം. ബാക്കിയൊന്നും ആവശ്യമില്ല. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നല്ലൊരു ഡിഷ് കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം ഞാൻ സവാളയൊക്കെ ചെറുതായി അരിഞ്ഞ്, സവാള, തക്കാളി കൂടെ അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഈ വെളുത്തുള്ളിയുടെ 2-3 അല്ലി, ഇഞ്ചിയുടെ ഒരു ശകലം, മസാലകളെല്ലാം കൂടെ ചേർത്ത് നല്ല ഭംഗിയായി അരച്ച് എടുക്കണം. അത് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി കാണിക്കാം. ഇതാണ് നമ്മളുടെ അരച്ചെടുത്ത മസാല. നമ്മളെല്ലാം കൂടി ഇട്ട് അരച്ച് ശകലം പോലും വെള്ളം ഒഴിക്കാതെ വേണം അരയ്ക്കാൻ. വെള്ളം ഒഴിച്ച് പോയാൽ പളപളന്നായിപ്പോയി. ഇതങ്ങനെ ചെയ്യേണ്ട. വെള്ളം ഒഴിക്കാതെ തന്നെ അരച്ച് നമുക്ക് നല്ല കട്ടിക്ക് തന്നെ മസാല കിട്ടും. ഇനി നമ്മളൊരു ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. ചീഞ്ചട്ടി അടുപ്പിൽ വെച്ച് ചീഞ്ചട്ടി നല്ലോണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണയും നല്ലോണം ചൂടായി കഴിയുമ്പോൾ ഈ മസാല നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുത്ത് നല്ല വെണ്ണം, അതായത് ആ ബ്രൗൺ കളറ് വരുന്നിടം വരെ അതിനെ ഒന്ന് മൂപ്പിച്ച് വെക്കണം. അങ്ങനെ എണ്ണയിലിട്ട് നമ്മൾ നല്ലവണ്ണം അതിനെ ഫ്രൈ ചെയ്ത് ഏകദേശം പച്ചയെല്ലാം കിട്ടി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പനീറും മട്ടറും ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് കൂടുതൽ ഇതായിട്ട് വേണമെങ്കിൽ നമുക്ക് പൊട്ടറ്റോയും കൂടെ അതിൻ്റെ കൂടെ ചെറിയ പീസസ് ആക്കി പനീറിൻ്റെ പോലെ തന്നെ കഷ്ണങ്ങളാക്കി ഇടാനെടുക്കും. പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. പനീറും മട്ടറും ക്യാപ്സിക്കവും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ മസാലയ്ക്കകത്തേക്ക് നമ്മൾ ഒരു സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ഒരു 1/4 സ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർക്കുക. മസാല നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഏകദേശം ചീഞ്ചട്ടിയിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനിയും ചെയ്യേണ്ടത് നമ്മളുടെ കഷ്ണങ്ങൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. മട്ടർ, പനീർ, ക്യാപ്സിക്കം എന്നിവയായിട്ട് ആഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ഇളക്കിയിട്ട് അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ വെള്ളത്തിനകത്ത് ഇതൊന്ന് വെന്തെടുക്കണം. അത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഇതിനകത്തൊരു 1/4 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി മാത്രം. നമുക്ക് ചപ്പാത്തിക്കോ അല്ലെ പുലാവിനോ അല്ലെ പ്ലെയിൻ, അതായത് നമ്മുടെ വൈറ്റ് റൈസ് ഉണ്ടല്ലോ, വൈറ്റ് റൈസ് ഉണ്ടാക്കിയാൽ അതിനൊക്കെ പറ്റിയ കറിയാണ് കേട്ടോ. വൈറ്റ് റൈസിനൊക്കെ പറ്റിയ കറിയാണ്. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം ചെയ്ത് വെച്ച് കമൻറ്റ്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക് യു.